अभी हम गवाही के लिए लोग को बुलाएंगे। पहला उनके परिवार के लोग। 2 members, they will testify from their family. और एक परिवार से 2 जन। ഒട്ടും പ്രതീക്ഷയല്ല ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൂടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല, പ്രതീക്ഷിക്കാത്ത സമയത്ത് इस प्रकार के समय में इस प्रकार यहाँ पर सब लोग मिलकर इकट्ठा होना पड़ेगा कर हमने कभी नहीं सोचा था। പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ദൈവം ഞങ്ങളെല്ലാവരും കൂടുവാൻ ദൈവം സഹായിച്ചതിനായി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു। इस एक अवसर पर यहाँ पर हम सबको इकट्ठा होने के लिए प्रभु ने मदद किया, इसलिए मैं परमेश्वर को धन्यवाद देता हूँ। परमेश्वर की भाई में और परमेश्वर के प्रेम में हमें पालन बढ़ाया और पालन पोषण किया। വർത്തമാന സഭയിലായിരിക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചൻ ഞങ്ങളെ നല്ല ചിട്ടയോടും ഓടിയായിരുന്നു। അപ്പച്ചൻ ഞങ്ങളെ അപ്പച്ചനും അമ്മയും ഞങ്ങളെ വളർത്തിയത്। वर्तमान कलीसिया में जब हम थे उसी वक्त में बड़ी सच्चाई के साथ और उस परमेश्वर के वचन की शिक्षण में हमें बढ़ाया। അപ്പച്ചൻ പറയുന്ന അനുസരിക്കണം എന്നുള്ള ഒരു വലിയൊരു ചിട്ട അപ്പച്ചൻ ഉണ്ടായിരുന്നു। हमारे पिताजी जो कहते थे उसकी आज्ञा सारे बच्चे मानना चाहिए कर एक सच्चाई पिता के लिए था। എൻ്റെ സഹോദരനാണെങ്കിൽ അപ്പച്ചൻ പറയുന്ന അനുസരിച്ച് ഞങ്ങളെല്ലാവരും അപ്പച്ചൻ്റെ കൂടെ അപ്പച്ചൻ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഫേക്കോപ്പിൽ പോയി ചേർന്നിക്ക് വീട്ടിൽ പോയി। जब हमारे पिताजी कहे तो हम सब लोग पिता की बात को मानकर हम सब लोग विश्वास भवन में या इस विश्वास में आए। സഹോദരനാണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് സഹോദരൻ അത് വലിയൊരു ബുദ്ധിമുട്ടുമായിരുന്നു। और मेरा यह भाई अपने मेरे माँ के घर में वो पढ़ाई कर रहा था, इसलिए उनको इस कलीसिया में आना बड़ा कठिन बात होकर महसूस हुआ। ഇങ്ങനെ പിന്നെ ഒരു ദിവസം എൻ്റെ സഹോദരനോട് അപ്പച്ചനെന്നും സഹോദരനോട് പറയുമായിരുന്നു ഈ വിശ്വാസം വിട്ട് വരണമെന്ന് പറയുമായിരുന്നു, എങ്കിലും വരത്തില്ലായിരുന്നു। പിന്നെ സന്നിപാഷ്ട കണ്ട് സംസാരിച്ച് അങ്ങനെ പല ദിവസം സംസാരിച്ച് കഴിഞ്ഞ് സഹോദരനും ഈ വിശ്വാസത്തിൽ അദ്ദേഹം സഹായിച്ചു। मेरे पिताजी मेरे भाई को कहते थे कि तुम इस विश्वास में आना चाहिए, सच्चाई का पालन करना चाहिए, लेकिन वो तैयार नहीं हुए। लेकिन उसके बाद जब एक बार सन्नी पास्टर को मिला, उसके बाद कई बार उनसे बात करने के बाद उनको बताने के बाद फिर इस मार्ग में वे आए। സഹോദരന് വരാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ബൈബിൾ ക്ലാസ്സിനും കാത്തിരിപ്പിനും എന്നും നീരന്റെയും നടന്നും ചേത്തയ്ക്ക് വരെ വരും, വലിയ അനുഗ്രഹം പ്രാപിച്ച് തിരിച്ചു മടങ്ങി വരുമായിരുന്നു। वहाँ पर सच्चाई में आने के बाद मेरे भाई लंबा दूरी पर चलकर वो हर एक मीटिंग में आते थे, बड़े आशीषों को पाकर चलकर वापस घर आते थे। വലിയ അനുഗ്രഹത്തോടുകൂടി സഹോദരൻ ഇങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരുന്നു। बड़े आशीषों को पाते हुए मेरे भाई प्रतिदिन इस प्रकार जीवन बिताया करता था। സഹോദരന്റെ പനി വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഈ ജോലി സ്ഥലത്ത് നിന്ന് പനി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു। एक समय उनका काम करने की जगह में उनको बुखार आने के बाद फिर वो अपने घर में वापस आए। ഞാൻ ഏറ്റവും മൂത്തതായതുകൊണ്ട് ഈ സഹോദരന്റെ ബൈബിൾ ഞാൻ എടുത്തു ഒരു ദിവസം ഒന്ന് നോക്കി। मैं घर में सबसे बड़ी हूँ, एक दिन मैं मेरे भाई का इस बाइबल को खोलकर देखा। അതിനകത്ത് 2-3 വാക്കുകൾ എഴുതിയേക്കുന്നുണ്ട്। അങ്ങനെ എൻ്റെ മനസ്സിനകത്ത് തുറന്നു ഞാൻ ചോദിച്ചു, എന്നാ സൗശേഷവാടിക്ക് പോകുമെന്ന് ഞാനാണ് ചോദിച്ചത്। मैं उसमें 2-3 बातें लफ्ज़ से लिखा हुआ मैंने देखा, तो मैं उनसे पूछा क्या आप सेवा के लिए जाने का इरादा है? എന്നോട് ചിരിച്ചു കാണിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു। मुझे देखकर वो मुस्कुराए लेकिन कुछ नहीं बोला। പിന്നെ അപ്പച്ചനോട് പറഞ്ഞു ഇങ്ങനെ സുശേഷവേലയ്ക്ക് പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞു। उसके बाद उन्होंने पिताजी को बताया कि मैं इस सेवा के लिए जाना चाहता हूँ। സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പച്ചന് വിഷമം ഉണ്ടായിരുന്നു, എനിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു। आर्थिक तौर से समस्याओं के कारण मेरे पिताजी उस बात को सुनकर थोड़ा दुखी हुए, मुझे भी उसके विषय में दुख था। പിന്നെ ഒരു ദിവസം ഞാൻ ഇതേക്കുറിച്ച് ഒരു ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഭവനിൽ നിന്നാൽ യോന കപ്പലിൽ കിടക്കുന്ന പോലെയുള്ളൂ, നിങ്ങൾക്ക് സ്വസ്ഥത തരത്തില്ല, എനിക്ക് സ്വസ്ഥത തരത്തില്ല, ഞാൻ അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി പോവുകയാണ്। उसके बाद एक दिन जब मेरे भाई के साथ इस विषय के बारे में चर्चा हुआ, उन्होंने बताया कि मैं घर में रहने से जैसे योना उस जहाज में था वैसे ही रहेगा,
जहाज वाले लोगों को भी तसल्ली नहीं, मुझे भी तसल्ली नहीं होगा, इसलिए मैं इस घर छोड़कर सेवा के लिए निकल नहीं पड़ा। ഭവനത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ദൈവം എന്നോട് സംസാരിച്ചെന്നാണ്. और उन्होंने यह बताया कि मेरे परिवार की बातों को परमेश्वर बोझ उठा लेगा, ऐसा प्रभु ने उनसे बातें किया। എങ്കിലും സഹോദരൻ സുശേഷകനിക്ക് ഇറങ്ങി എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടും ഭവനത്തിന് ആ കഷ്ടത മാറാതെ ഭയങ്കര ഭാരമൊക്കെ തോന്നി. भाई सेवा के लिए निकल जाने के बाद उसके बाद भी हमारे परिवार की समस्याएं वो खत्म नहीं हुए, वो देखकर मुझे भी कुछ समय तक दुख हुआ। പിന്നെയും ദൈവത്തോട് ഇങ്ങനെ സഹോദരൻ ചോദിക്കായിരുന്നു, കർത്താവ് എന്നോട് പറഞ്ഞല്ലോ എന്റെ വേല നീ ചെയ്യും, ഞാൻ നിന്റെ ഭവനം അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം തന്നാണല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്റെ ഭവനം അനുഗ്രഹിക്കാതിരിക്കുന്നു എന്ന് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുമായിരുന്നു. उसके बाद मेरे भाई प्रभु से पूछते थे, प्रभु आपने कहा ना कि मैं तेरी सेवा करने से तू मेरी परिवार का बोझ उठा लेगा, ऐसा है तो अभी भी क्यों मेरे परिवार को आशीष नहीं कर रहे हो? അത് കഴിഞ്ഞ് ദൈവം ആത്മീയ ഭൗമികമായി സഹോദരങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. उसके बाद आत्मिक और भौतिक तौर से परमेश्वर सारे भाइयों को सबको आशीष किया। 7 മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. 7 बच्चों को परमेश्वर ने आशीष किया। മാതാപിതാക്കൾക്ക് മക്കളെയും കൊച്ചുമക്കളെയും കാണുവാൻ ദൈവം സഹായിച്ചു. माता पिताओं को, बच्चों को और बहुतों को भी देखने के लिए प्रभु ने अवसर दिया। മാതാപിതാക്കൾക്ക് 2 ശിഷ്യന്മാരെയും ദൈവം തന്നു. और माता पिताओं के लिए 2 बच्चे सेवा में देखने के लिए भी प्रभु ने मदद किया। സഹോദരൻ ദൈവം സഹായിക്കണം, സൗഖ്യത്തോട് ബലത്തോടെ സൂക്ഷിക്കണം, എല്ലാ വിശുദ്ധന്മാരെയും ദൈവം സൂക്ഷിക്കണം. സഹോദരൻ ആഗ്രഹിച്ച കർത്താവിന്റെ പ്രവൃത്തി പൂർണ്ണതയോട് ചെയ്ത് നല്ലൊരു അവസാനം പ്രാപിപ്പാൻ ദൈവം സഹായിച്ചതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. बहन को भी परमेश्वर सेवा में मदद करना चाहिए, सारे सेवकों को प्रभु मदद करना चाहिए। मेरे इस भाई को अपनी सेवा में विश्वासियों की तरह से अंत तक बने रहने के लिए, उनके लिए रखा हुआ इनाम को पाने के लिए प्रभु ने उनको मदद किया, इसलिए मैं परमेश्वर को धन्यवाद देती हूँ। ഇത്രത്തോളം കർത്താവിന്റെ ശിക്ഷയ്ക്കായി ദൈവം ബലപ്പെടുത്തി നല്ലൊരു അവസാനം ദൈവം നൽകിക്കൊടുത്തതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इतना परमेश्वर की सेवा करने के लिए उनको बलवंत किया और उसमें उनको उनके जीवन में एक अच्छा अंत दिया, इसलिए मैं परमेश्वर को धन्यवाद देती हूँ। ഇനി സഹോദരങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണം. मेरे सारे भाइयों को, भाई बहनों को भी प्रभु मत संभालना चाहिए। അമ്മയും ദൈവം കർത്താവ് സൂക്ഷിക്കണം. हमारी माँ को भी प्रभु संभालना चाहिए। ദൈവത്തിന്റെ വരവെങ്കിൽ അടികളെ പ്രത്യാശയോടെ കാണുവാൻ ദൈവം സഹായിക്കണം. प्रभु के आगमन में आशा के साथ हम भी दिखाई देने के लिए प्रभु हम सबको मदद करना चाहिए। വിശുദ്ധന്മാരുടെ ദൈവങ്ങളെ പ്രാർത്ഥന ചോദിക്കും. सारे संतों के प्रवेश के लोगों की प्रार्थना के लिए विनती करती हूँ। Amen. Have a day of being upheld by God's love. Subscribe and press the bell icon below for more biblical creatives. Your subscription and share may bring blessings to many.